ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാൽപുട്ടാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ 2 ഗ്ലാസ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര അളവിലാണോ സാധാരണ പുട്ടുണ്ടാക്കാറുള്ളത് ആ ഒരു അളവിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടിക്കൊക്കെ നനച്ച് വെക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചില പുട്ടുപൊടിക്ക് വെള്ളം കൂടുതൽ കുറവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ ഡെയിലി ഉണ്ടാക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ നമുക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നെയ്യിന്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യമില്ല. അപ്പൊ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് വേറെയും സംഭവം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇത്ര മതിയാകും. എന്നാലും നമ്മൾ കറിയില്ലാതെ കഴിക്കുകയാണല്ലോ, അപ്പൊ കുറച്ച് മധുരം കൂടിപ്പോലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ, ഞാനത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പുട്ട് ഇതിന്റെ ഇടയിൽ ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാല് നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചേർത്തിട്ട് ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യരുത്, കാരണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരറ്റിന്റെ കളർ മാറും കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങന്റെയും ക്യാരറ്റിന്റെയും മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള പുട്ടുപൊടി കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാരറ്റിന്റെയും തേങ്ങന്റെയും മിക്സിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി തന്നെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ക്യാരറ്റിന്റെയും തേങ്ങന്റെയും മിക്സ് എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് നമ്മളിങ്ങനെ ശക്തിയിൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുട്ടുപൊടി നമുക്ക് നനക്കാൻ അറിയാലോ. ആ ഒരു രീതിയിൽ ഒന്നും എന്താ പറയാ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഒട്ടും ഉടഞ്ഞു പോവാതെ തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പുട്ട് ശരിക്കും പാൽപുട്ടാവുന്നത് കേട്ടോ. നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇത് ശരിക്കും ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ, അത്ര നല്ല സ്മെല്ലായിരിക്കും വരുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് മാത്രം കേട്ടോ. നെയ്യിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുംകുറ്റിയിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. നടുവിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ ഒരു സെറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് നേരമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു പുട്ടിൽ നമ്മൾ നെയ്യും അതുപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. കട്ടൻ ചായന്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ പാൽപുട്ട് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നല്ല ഉഷാർ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.